മാടായിക്കാവ് റോഡ് നിർമ്മാണത്തിനായി മാടായിപ്പാറയിലെ പാറക്കുളത്തിലെ ജലം ഊറ്റുന്നു. വേനൽക്കാലത്ത് നൂറുകണക്കിന് ജീവജാലങ്ങൾക്ക് ദാഹജലം നൽകുന്ന പാറക്കുളം വറ്റിവരളുന്നു. ജൈവവൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് മാടായിപ്പാറ. മാടായിപ്പാറയിലെ നൂറുകണക്കിന് പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദാഹജലം നൽകുന്നത് ഇവിടുത്തെ ജലസ്രോതസ്സുകളാണ്. മാടായിക്കാവ് റോഡിന് സമീപത്തെ പാറക്കുളത്തിൽ നിന്നും വ്യാപകമായി ജലമൂറ്റി റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ വികസനത്തിന്റെ ഭാഗമായിട്ട് മാടായിക്കാവിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി നടക്കുകയാണ്. വികസനത്തിന്റെ പരമായിട്ട് അവർ നടക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാടായിക്കാവിലേക്ക് പോകുന്ന ഈ റോഡിന്റെ സൈഡിലുള്ള പാറക്കുളത്തിലെ വെള്ളം മഴ വരുന്നതോടുകൂടെ വറ്റും. പക്ഷെ അതുവരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ആ വെള്ളം ഒരുപാട് ജീവികൾ ആശ്രയിക്കുന്നതാണ്. അവിടെ മോട്ടോർ വെച്ച് വറ്റിച്ച് ഇത്രയും വലിയൊരു പദ്ധതിക്ക് വെള്ളം എടുക്കുന്ന ഒരു സാഹചര്യം വളരെ ദയനീയമായ അവസ്ഥയാണ്. നമ്മൾ ഇത്രയും കോടികളുടെ പദ്ധതികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ 2-3 ലോറിക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യവും അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടായിട്ട് പക്ഷികളും മറ്റ് ജീവജാലങ്ങളും ആശ്രയിക്കുന്ന, മഴ വരുന്നതുവരെ ആശ്രയിക്കുന്ന ആ ജലാംശം ഊറ്റിയെടുക്കുന്ന ഒരു രീതി വളരെ ദയനീയ അവസ്ഥയാണ് നമ്മളവിടെ കണ്ടത്. മാടായിക്കാവിലേക്ക് റോഡ് അത്യാവശ്യമാണ്. കോടികൾ നിർമ്മിച്ച് ചെലവഴിക്കുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് പാറക്കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് തടയണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ഇവിടെ നിന്ന് ജലമെടുത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കരാറുകാർ മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതായി പരാതിയുണ്ട്. അനുമതിയില്ലാതെ ജലം ഉപയോഗിക്കുന്നതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.